ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡൗൺ ടൗണിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റാണ്. ഇതിൻ്റെ പേരാണ് വിൻ്റർ വില്ലേജ്. അപ്പോൾ ഈ ഒരു മൊത്ത പ്രദേശത്തിൻ്റെ പേര് ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ് എന്നാണ്. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. അപ്പം ഇവിടെ ഫേമസ് ആയിട്ടുള്ളത് ലിക്കർ ഷോപ്സ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഓൾഡ് വൈൻസ്, അതുപോലെ തന്നെ വിസ്കി, ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ആരും പേടിക്കണ്ട, ഞാനിതൊന്നും അടിക്കാൻ പോകുന്നില്ല. ഇത് മാത്രമല്ല, ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത്. ചേട്ടൻ്റെ ഒരു അടുത്ത ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത സ്ഥലമാണ്. പുള്ളിക്കാരന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞതനുസരിച്ച് ഇവിടെ അധികം ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. കോവിഡ് കാരണം കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ അടിപൊളി ലൈറ്റും കാര്യങ്ങളും ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ്ട ആ ദൂരെ കാണുന്ന നീല കളറിലുള്ള ലൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ പേരാണ് CN ടവർ. CN ടവറിലൊക്കെ നമുക്ക് പിന്നൊരു ദിവസം പോവാം. ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടോ, ലൈറ്റും വേറെ ഡെക്കറും ഒക്കെ വെച്ച് അലങ്കരിച്ച ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആയിരുന്നു. വെതർ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, അതിൻ്റെ കൂടെ അടിപൊളി കാറ്റ്. അയ്യോ, വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാവത്തില്ല, എൻ്റെ കൈയൊക്കെ മരവിച്ച് പോവുകയാണ്. പക്ഷേ ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടിട്ട് വീഡിയോ എടുത്തില്ലെങ്കിൽ, വ്ളോഗൊക്കെ ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. ഇവിടെ പറയാൻ വേണ്ടി വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, പക്ഷെ കാണാൻ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. ഈ ഒരു ലൈറ്റ് ഡെക്കർ കാണുമ്പം എനിക്ക് പെട്ടെന്ന് കല്യാണ വീടുകളിലൊക്കെ കാണുന്ന ലൈറ്റ് ഡെക്കർ പോലെ തോന്നുന്നു. ഇതുപോലെ ഒരു ലൈറ്റ് ഡെക്കറേഷൻ ഞങ്ങളുടെ കല്യാണത്തിനും ഉണ്ടായിരുന്നു. അതാണ്ട് റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വൈനോ വിസ്കിയോ എന്തോ കിട്ടുന്ന ഷോപ്പാണ്. പക്ഷെ അതിപ്പം ക്ലോസ്ഡ് ആണ്, കണ്ടപ്പം കാണിച്ചെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് നടന്നു വന്നപ്പം കണ്ട ഒരു കാഴ്ചയാണിത്. ഇതെന്ന് പറയുന്നത് ലവ് ആർട്ട് പീസാണ്. ഇത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ലോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ആ ലോക്കിനകത്ത് നമ്മളുടെ ഭാര്യയോ ഭർത്താവിൻ്റെ പേരോ അല്ലെങ്കിൽ ലവേഴ്സിൻ്റെ പേരോ എഴുതിയിട്ട് നമുക്കത് അവിടെ ലോക്ക് ചെയ്ത് ഇടാം. അങ്ങനെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇത് ഏകദേശം ഒരു ലവ് ലോക്ക് ഇൻ പാരീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ ഒരു ആർട്ട് പീസാണ് ഇവിടെ ഉള്ളത്. ഇനി അങ്ങോട്ട് നടക്കുന്തോറും നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ഷോപ്സും ഉണ്ട്. അവിടെ നമുക്ക് വിൻ്ററിനുള്ള ജാക്കറ്റും തൊപ്പികളും ഒക്കെ കിട്ടും. ഇതെന്ന് പറയുന്നത് എല്ലാ മതങ്ങളുടെയും ഒരു സിംബൽ വെച്ചിട്ടുള്ള ലൈറ്റ് വെച്ചിട്ടുള്ള ആർട്ട് പീസാണ്.
ഇനി കാണുന്നത് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ ഇതെല്ലാം ക്ലോസ്ഡ് ആണ്, കാര്യം കൊറോണ ആയതുകൊണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല, ഈ വീഡിയോയുടെ പല സ്ഥലങ്ങളിൽ സ്നോമാൻ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, 3 കിഡിലൻ സ്നോമാൻ. അതുപോലെ തന്നെ എനിക്ക് ഇതെല്ലാം സ്നോയൊക്കെ വെച്ച് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. ഇങ്ങോട്ടൊക്കെ ഇനി കാണാൻ പോകുന്ന ഷോപ്സ് എല്ലാം കുറേ ബ്രാൻഡഡ് ഷോപ്സ് ആണ്. നമ്മൾ അധികം നേരവും ഇവിടെ സ്പെൻഡ് ചെയ്തില്ല, കുറച്ച് നേരം മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോയുടെ ലെന്ത് വളരെ ചെറുതായത്. പക്ഷേ ഇവിടെ കാണാൻ വേണ്ടി വലിയതായിട്ടൊന്നുമില്ല, ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ ബൈ.